പോയിക്കോളിയാർന്ന്. ഇങ്ങനെ തൊട്ടേനും പിടിച്ചാനും ഒക്കെ കൂടിയാൻ തോറും കായും ചോദിച്ച് നടക്കാൻ നാണോ മാനോ ഇല്ലടാ നിങ്ങക്ക്. ഇത്ര പോരല്ലടാ നിങ്ങള്. അല്ല താത്ത, ഞങ്ങള് സംസ്ഥാന സമ്മേളനം വരാൻ പോണത്. അതിന്റെ വിജയത്തിനായി ഒരു സംഭാവന. നിങ്ങടെ സമ്മേളനം കൊണ്ട് പാത്തൂന് എന്താടാ കാര്യം? പാത്തൂന് നെജ്ജപ്പം ചൂടണെങ്കിലേ പാത്തു തന്നെ എണ്ണ ചൂടാക്കണം. അല്ലാണ്ട് നിങ്ങളുടെ നേതാക്കന്മാര് വരുവാടാ. ഞങ്ങളും വളർന്നു വരുന്ന പഞ്ചായത്ത് നേതാക്കളാ. ഞാനും വളർന്നു വരുന്ന ബേക്കറീസാടാ. എന്നോട് വേണ്ടടാ നിങ്ങളുടെ കളി. മര്യാദക്ക് എന്റെ അടുത്ത് പുറത്തിറങ്ങിക്കോ. ഇതിനോട് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. വേറെ നേരം മെനക്കെടുത്താൻ നമുക്ക് അത്രവോക്കന്റെ വീട്ടിൽ പോവാം. ചെല്ല് ചെല്ല്, ഓന്റെ അടുത്തേക്ക് എന്നെ ചെല്ല്. ഓൻ തരും, വണ്ടി കണക്കിന് തലയിൽ വെച്ച് തരും. മോനെ ചെക്കാ, തരക്കെടില്ല. ഇന്നെന്താ റസിയ ബീഗത്തിന്റെ മുഖത്തൊരു കനപ്പ്? ജാസ്മിൻ സെന്റ് മണത്ത കുറിഞ്ഞിപ്പോച്ചേ മാരി. എന്ത് പറഞ്ഞാലും ഈ ബാപ്പാക്ക് തമാശയാ. നിങ്ങൾ ഇങ്ങനെ മോനെ ഡാ ചെക്ക എന്നൊക്കെ വിളിക്കണോണ്ട് ട്യൂഷൻ ക്ലാസ്സിലെ കുട്ടികൾ എന്നെ കളിയാക്ക. തരം കിട്ടിയ ആ അബീസെ സുലേഖ ഒക്കെ വിളിക്കും ഡാ ചെക്കാന്ന്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോനെ ഞാൻ മോനേനെ വിളിക്കൂ. മോനീ ചായ ബാപ്പാന്റെ കയ്യിലേക്ക് എടുത്തു തരീൻ. ബാപ്പ മോനെ എന്നുള്ള വിളി അവസാനിപ്പിച്ചാലേ ഈ കൈകൊണ്ട് ഞാൻ ചായ എടുത്തു തരുള്ളൂ. നമുക്ക് മോനും മോളുമായിട്ട് ഒന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മോനേനെ വിളിക്കൂ. മോളുടെ ഉമ്മ മരിക്കുമ്പോ മോൾക്ക് 8 മാസം പ്രായം, ക്ലേ ക്ലേ എന്ന് കറിയ. എന്തിനാ ബാപ്പ രാവിലെ തന്നെ ഈ സെന്റിമെന്റ്സ്? ഇത് എത്ര പ്രാവശ്യം കേട്ടതായി റസിയ. ഇതാ ചായ, വേഗം കുടിച്ച് പോക്കറി പോയി യാത്രയൊക്കെ വിറ്റ് വന്നാട്ടെ. പാപ്പ പോയിട്ട് വരട്ടെ. പോക്കറിക്ക, വൈകുന്നേരം വരുമ്പോ 2 പഞ്ചു കിട്ടണേ. സ്ഥലമുണ്ട് പ്രസിഡന്റ്. ഇന്നെന്താ എല്ലാരും കൂടി ഓവാലത്തുമ്പിൽ ഒരു റാജ്യം വെച്ച്? അല്ല, ആ പത്രത്തിൽ എന്തുണ്ട് പ്രസിഡന്റ് വിശേഷം? അമ്മായിക്കാക്കെന്നെ വായിച്ചു. അപ്പോ നമ്മള് പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഇവിടെ അപ്പൊ ഓക്കെ. ഹലോ, അദ്വാണ് കാരന അബ്ദു. മിസൈലിന്റെ കയ്യും വെച്ചിക്കണം പ്രസിഡന്റ്. ഈ പത്രം ഞാൻ ഇപ്പൊ തരാം. ഓ, വായിച്ചോളൂ. പ്രശ്നങ്ങൾ മുഴുവൻ പഠിച്ചോളൂ. സമാധാനാണ് നമ്മുടെ നയം. എല്ലാ സമാധാനവും ഇവിടെ നഷ്ടപ്പെട്ടും കൊണ്ടിരിക്കുകയാണ്. 20 കിലോനല്ലേന്ന് ഞാൻ എത്തിക്കാന്ന്. ഞായറാഴ്ചല്ലേന്ന്. ഇനി അതുകൊണ്ട് നിങ്ങളെ കല്യാണം മുടങ്ങൂലാന്ന് ഞാനാ പറയണേ. അതും അങ്ങനെ വാക്കൊന്നും മാറ്റില്ല. കാണിച്ചോ ബഷീർക്ക് ഗൾഫിൽ നിന്ന് വന്നാ എന്റെ പഠിപ്പ് അതോടെ തീരും. അവരെത്ര ചോദിച്ചേ? ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. അവരുടെ പെങ്ക് 100 കൊടുത്തെന്നാ കേട്ടത്. പെൺകുട്ടികളുടെ ഒരു വിധിയെ. ഇതിനൊന്നും കല്യാണം പറയൂല, കച്ചവടം പറയൂ. ആട്ടെ, നിന്റെ ആളെ കാണലുണ്ടോടി? എവിടുന്ന് കാണാൻ? ട്രെയിനിങ്ങിന് പോയിക്കല്ലേ. ട്രെയിനിങ്ങിനോ? ബേക്കറി ട്രെയിനിങ്. എന്താ അമ്മയൊക്കെ കൈകൾ ആളെ പേടിപ്പിക്കാ? മൈലാഞ്ചിക്കാരൻ മുള്ളുണ്ടാക്കിയത്. അമ്മായിക്കാക്കത്തിലെങ്ങനെ വന്നോ? ആ മൈലാഞ്ചി കാട്ടിൽ ഒളിച്ചിരിക്കണ്ട്. മയ്യത്താണ്. തന്നെ 1000 നോട്ടീസ് അവിടെ അടിച്ചാളി. നിങ്ങളെന്തെങ്കിലും കാണിച്ചു തരാം. നമ്മളെ പറ്റിച്ചില്ല കാക്ക. അവിടെ നിൽക്കി കാക്ക, ഒന്ന് നിക്കീന്ന്.
പൈസ ഉണ്ടല്ലോ. ഒന്ന് പനും കൊടുക്ക, ഒന്ന് പനും കൊടുക്ക. ആ പൈസ കൊടുത്താട്ടോ. ഐസല്ലേ വേണ്ടത്, ഇന്നലെ പിടിക്കട ഐസ്. നിങ്ങൾ വാപ്പാ കൊടുക്കി ചോടാ വെച്ചാ ആർതായാലും എടുക്കാൻ. എന്തത്? ആരപ്പ ഈ നേരത്ത്? ഹലോ, അതുമല്ലേ? എന്താ അന്തും കുന്തും ഇല്ലാത്ത മനസ്സിനാണ്ടാ ഇങ്ങനെ വെറുതെ സൈക്കിൾ ഔട്ടിട്ട് എന്താ കാര്യം? ഞാനിവിടെ ഉണ്ട്. പാവ അദ്ദു. നമുക്ക് കാക്കാ നിങ്ങളാണല്ലേ? നിങ്ങളാ ഞാൻ. അമ്മോ ദജ്ജാല് പടിയാ. നിങ്ങളാ ഞാൻ ചവിട്ടി കൂട്ടും. കാക്ക നിക്കീന്ന് ഓടിക്കല്ലേ നിങ്ങ. കാണിച്ചു തരാം നമുക്ക് കാക്കാ. കാണിച്ചു തരാം. അവിടെ നിൽക്കുക. എന്താ കാട്ടിയത്? ചെറുപ്പക്കാർക്ക് ബജ്ജി എടുക്കാനും പറ്റൂലേ? തരം കിട്ടിയ പീഡിപ്പിക്കൂലേ? കാലിലെ ചെരുപ്പ് ഊരും പാത്തു. ഈ ബിലീസിന്റെ സന്തതി. എടാ, ആ മേൽവിലാസം ഇല്ലാത്ത കത്തു അനക്ക് എന്നെ കിട്ടിയില്ല.